പ്രേക്ഷകരെ ഒരു സുപ്രധാന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് അടുത്ത വാർത്തയിലേക്ക് ഞാൻ കടക്കുന്നത്. ഭീകരതയ്ക്ക് കീഴടങ്ങിയിരിക്കുകയാണോ നമ്മുടെ നിയമസഭ? കൊടും ഭീകരൻ മദനിക്കെതിരായ പരാമർശം നിയമസഭാ രേഖയിൽ നിന്ന് നീക്കി. BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ MLA പരാമർശമാണ് നീക്കിയത്. മദനി അന്താരാഷ്ട്ര ഭീകരനാണെന്നായിരുന്നു ഗോപകുമാറിന്റെ പരാമർശം. PDPയുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ടായിരുന്നു സ്പീക്കർ നൽകിയ മറുപടി. MLA അറിയാതെയുള്ള നടപടി സഭാ ചട്ടങ്ങളുടെ ലംഘനമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട്. ദിലീപേ, നമുക്കറിയാം ഈ കോയമ്പത്തൂരിന്റെ തെരുവുകളിലേക്ക് സ്ഫോടന പരമ്പരകൾ തീർത്ത അങ്ങ് ബാംഗ്ലൂർ ഭീകരാക്രമണം വരെ അങ്ങനെ എല്ലാത്തിന്റെ പിന്നിലും നിഴൽ യുദ്ധങ്ങളുടെ ഈ കാവലാളെന്ന് പറയുന്നത് മദനി എന്നായിരുന്നു ഒരു നാൾ അറിയപ്പെടുന്നത്. അപ്പം രാജ്യദ്രോഹ കുറ്റം വരെ മദനിക്കെതിരെ ഉണ്ട്. അപ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പതിറ്റാണ്ടുകളിലേറെയായി ഈ കേന്ദ്ര സുരക്ഷാ ഏജൻസിയുടെ റഡാറിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് മദനി, ഒരു ഭീകരവാദി. അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശം BB ഗോപകുമാർ MLA നടത്തുന്നു. പക്ഷേ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും അല്ലെങ്കിൽ PDP അനുകൂലികളുടെയും ആ ഒരു ഭയത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നിർബന്ധത്തിൽ നമ്മുടെ സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കർ ആ പരാമർശം അങ്ങ് നീക്കി. അതും ആരോടും ചോദിച്ചിട്ടുമില്ല. തീർച്ചയായും ഇത് സഭാ ചട്ടങ്ങളുടെ ലംഘനമല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നിലപാട് ഈ സ്പീക്കർ എടുക്കാനുള്ള കാരണം? അശ്വതി സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പ്രത്യേകിച്ച് നിയമസഭാ ചട്ടവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സ്പീക്കറിന്റെ നടപടി വന്നിരിക്കുന്നത്. അതായത് ഈ സംഭവം നടക്കുന്നത് ജൂലൈ 1 ഈ ബജറ്റ് അവതരണത്തിന് ശേഷമാണ്. FCRക്കെതിരെ LDFും UDFും എതിരായിട്ട് ഇത് പ്രമേയം പാസ്സാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് BB ഗോപകുമാർ നിയമസഭാ കക്ഷി നേതാവായ BJPയുടെ നിയമസഭാ കക്ഷി നേതാവായ BB ഗോപകുമാർ ഒരു പരാമർശം നടത്തിയത്. അതായത് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ FCRക്കെതിരേക്കുള്ള ഒരു കുറച്ച് നിബന്ധനകൾ വെച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചാണ് അബ്ദുൽ നാസർ മദനി ഒരു ഭീകര വിരുദ്ധനാണ് അല്ലെങ്കിൽ കൊടും ഭീകരൻ എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ PDPയുടെ PDPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നും ഇത്തരത്തിലൊരു പരാമർശം, അതായത് BB ഗോപകുമാർ നടത്തിയ പരാമർശം സഭാ രേഖകളിൽ നിന്നും മാറ്റി എന്നടക്കമുള്ളതാണ് ഈ FB പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു നിയമസഭ അല്ലെങ്കിൽ നിയമസഭയുടെ ചട്ടവിരുദ്ധ ലംഘനമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു MLA ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് നിയമസഭയിൽ നിന്നും മാറ്റുന്നുവെങ്കിൽ, അതായത് സഭാ സമ്മേളനം നടക്കുന്ന സമയത്താണ് എങ്കിൽ സ്വാഭാവികമായിട്ടും സഭയെ അറിയിക്കേണ്ടതുണ്ട്. ഈ സഭാ സമ്മേളനം കഴിഞ്ഞ സാഹചര്യത്തിലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് MLAയുടെ പരാമർശമാണോ എടുത്തു മാറ്റുന്നത് അത് അദ്ദേഹത്തെ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും BB ഗോപകുമാറിന് രേഖാമൂലം കത്ത് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അല്പസമയം മുമ്പ് ജനം ടിവിയോട് പ്രതികരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു നിയമസഭാ ചട്ട വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രത്യേകിച്ച് ഈ PDPക്ക് മുന്നിൽ മുട്ടുകുത്തുകയാണോ അല്ലെങ്കിൽ ഭീകരത പ്രവർത്തനങ്ങൾക്കെതിരെ മുട്ടുകുത്തുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും അടുത്ത നിയമസഭ സമ്മേളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭാ കക്ഷി നേതാവായ BB ഗോപകുമാറും അതുപോലെ തന്നെ BJP MLA-മാരും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അവരുടെ പ്രതിരോധം രേഖപ്പെടുത്തുകയും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇക്കാര്യം BJP നേതാക്കൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ BJP MLA-മാർ ഇക്കാര്യം അറിയിക്കുമ്പോൾ അതിൽ LDF MLA-മാർ പിന്തുണയ്ക്കുമോ അതോ അപ്പോഴും LDF MLA-മാർ ഈ PDPക്കൊപ്പം അതുപോലെ തന്നെ അബ്ദുൽ നാസർ മദനിക്കൊപ്പം നിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നിലവിൽ എന്തായാലും സ്പീക്കർ നടത്തിയിട്ടില്ല. ഇതിനുള്ള സ്പീക്കറുടെ പ്രതികരണം എത്തിയാൽ മാത്രമേ ഇതിന്റെ വ്യക്തത കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അശ്വതി, ദിലീപ്, അത് തന്നെയാണ്. കേരളത്തിൽ തീവ്ര വർഗീയതയുടെ വിത്തുപാകിയ ഒരാളാണ് ഈ മദനി. ആ മദനിക്ക് കുടപിടിക്കാൻ ഇപ്പോഴും നമ്മുടെ സഭയിൽ നേതാക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു വ്യാപ്തി കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ഇവരുടെയൊക്കെ ഉദ്ദേശശുദ്ധി അത് നമ്മളൊന്ന് പരിശോധിക്കണം. തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും PDPക്ക് വേണ്ടിയും കുടപിടിക്കുന്ന, അവർക്ക് വേണ്ടി വീണ വായിക്കുന്ന നേതാക്കളുള്ള സഭയായി മാറിപ്പോയോ കേരള നിയമസഭ? വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ.